പാണ്ഡവരുടെ ദൂതനായി വന്ന കൃഷ്ണൻ തന്റെ ഉദ്യമം അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ മടങ്ങും വേള കൃഷ്ണൻ തന്റെ തേരിൽ കർണനെ വിളിച്ച് കൊണ്ടുപോയി. ആ വേള കൃഷ്ണൻ കർണനോട് പറഞ്ഞു, നീ ദേവപാരംഗമന്മാരായ മുനിമാരെ ഉപാസിച്ചു. അസൂയ വിട്ട നിയമിതനായ നീ തത്വാർത്ഥങ്ങളെയൊക്കെ കേട്ടിട്ടുള്ളവൻ ആണല്ലോ. കർണ, നീ വേദവാദങ്ങളെയൊക്കെ മുമ്പേ തന്നെ ഗ്രഹിച്ചിട്ടുള്ളവൻ ആകുന്നു. നീ സൂക്ഷ്മമായ ധർമ്മശാസ്ത്രത്തെ അറിയുന്നവൻ ആകുന്നു. കന്യകയിൽ ജനിച്ചവർ 2 തരക്കാർ ഉണ്ട്. ഒന്ന് കാനീകൻ, 2 സഹോടൻ. സഹോടൻ വിവാഹകാലത്ത് ഗർഭിണിയാകുന്നവളുടെ പുത്രനാകുന്നു. അവരുടെയൊക്കെ അച്ഛനായി കരുതേണ്ടത് ആ മാതാവിനെ വേട്ട പുരുഷനാകുന്നു, അതായത് അവളുടെ പതിയെ ആകുന്നു. ഇങ്ങനെയാകുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കർണ, നീ അങ്ങനെയുള്ള ഒരു സന്താനം ആകുന്നു. ധർമാനുസരണം ചിന്തിക്കുമ്പോൾ പാണ്ഡുവിന്റെ പുത്രനാകുന്നു നീ. ധർമ്മശാസ്ത്രപ്രകാരം നീ എൻ്റെ കൂടെ പോരൂ. നീ രാജാവാകും. നിന്റെ അച്ഛന്റെ പങ്കിലാണ് പാർത്ഥന്മാർ, അമ്മയുടെ പങ്കിലാണ് വൃഷ്ണികൾ. ഹേ പുരുഷർഭ, ഈ 2 പങ്കും നീ മനസ്സിൽ കണ്ട് ചിന്തിച്ച് അറിയുക. എന്നോടുകൂടി അവിടെ ചെന്നെത്തുക. യുധിഷ്ഠിരൻ നിന്നെ അഗ്രജനായി കണ്ടുകൊണ്ട് പാണ്ഡവന്മാരുടെ ഉന്നതൻ ആക്കും. നിന്റെ പാദം ഭ്രാതാക്കന്മാരായ 5 പേരും പൂജിക്കും. സകല രാജാക്കന്മാരും അവരുടെ പുത്രന്മാരും നിന്റെ പാദത്തിൽ കുമ്പിടും. നിന്റെ പാദം സകല വൃഷ്ണികളും കുമ്പിട്ട് പൂജിക്കും. അങ്ങയുടെ അഭിഷേകത്തിനായി പൊൻകുടവും വെള്ളിക്കുടവും മൺകുടവും മരുന്നുകളും സർവ ബീജങ്ങളും ചെടികളും രത്നങ്ങളും മുതലായവയൊക്കെ രാജാക്കന്മാരും കന്യകമാരും ഏറ്റട്ടെ. 6ാമത്തെ ഊഴത്തിൽ പാഞ്ചാലി ഭവാനോട് ചേരുന്നതാകും. നിനക്ക് അത്യാഹുതി ധൗമ്യമുനി നൽകട്ടെ. 4 വേദങ്ങളും അറിയുന്ന ദ്വിജന്മാർ ഭവാനെ അഭിഷേകം ചെയ്യട്ടെ. ബ്രഹ്മകർമ്മത്തിൽ നിൽക്കുന്നവരായ പാണ്ഡവന്മാരുടെ പുരോഹിതനും പുരുഷ ശ്രേഷ്ഠരും 5 സഹോദരന്മാരായ പാണ്ഡവന്മാരും പാഞ്ചാലി പുത്രന്മാരായ 5 പേരും പാഞ്ചാലന്മാരും ചേതികളും ഞാനും ഹേ രാജാവേ ഭവാനെ രാജാവായി അഭിഷേകം ചെയ്യും. ഭവാന്റെ യൗവരാജ്യം ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ഏൽക്കട്ടെ. അതായത് ഇപ്പോഴത്തെ അംഗരാജ്യവും മറ്റും യുധിഷ്ഠിരൻ ഏൽക്കട്ടെ. വെൺചാമരമെടുത്ത് ധർമ്മനിഷ്ഠനും സംസ്കൃതവ്രതനുമായ യുധിഷ്ഠിരൻ ഭവാന്റെ തേരിന്റെ പിൻപിൽ കയറട്ടെ. ശേഷം ഭവാനെ വെൺചാമരം വീശി മഹാബലനായ ഭീമസേനൻ വെൺകൊറ്റക്കൊടിയെടുത്ത് അഭിഷേക കർമ്മം കഴിക്കട്ടെ. ഭവാന്റെ ശിരസിനുപരിയായി ചൂടി നിൽക്കും അത്. കിങ്ങിണി നിര ശബ്ദിക്കുന്നതും പുലിത്തോല് പൊതിഞ്ഞതും ശ്വേതാശ്വങ്ങൾ കെട്ടിയതുമായ തേര് ധനഞ്ജയൻ നടത്തും. അഭിമന്യു ഭവാന്റെ സമീപത്ത് എപ്പോഴും പെരുമാറും. സഹദേവനും നകുലനും പാഞ്ചാലിപുത്രന്മാരായ 5 പേരും പാഞ്ചാലന്മാരും മഹാരഥനായ ശിഖണ്ഡിയും ഈ ഞാനും ഭവാനെ പിന്തുടരും സദാസമയവും. എല്ലാ വൃഷ്ണികളും ഭവാനെ പിന്തുടരും. ഏവരും ഭവാന്റെ ഭടന്മാരായി മാറും. മഹാബഹോ, ഭവാൻ ഭ്രാതാക്കളായ പാണ്ഡവന്മാരോട് കൂടി രാജ്യം വാണാലും. ദ്രാവിഡന്മാരും കുന്തളന്മാരും അന്തതാലചലന്മാരും രേണുവന്മാരും ഭവാന് അകമ്പടി സേവിക്കട്ടെ. ഭവാനെ പലവിധത്തിൽ സുഗമമായി സ്തുതിക്കട്ടെ. സുഷേണന്റെ വിജയം പാണ്ഡവന്മാർ ആഘോഷിക്കട്ടെ. നക്ഷത്രങ്ങളോട് കൂടിയ ചന്ദ്രനെ പോലെ പാണ്ഡവന്മാരോട് കൂടിയ ഭവാൻ രാജ്യത്തെ രക്ഷിക്കുക. കുന്തിക്ക് പ്രീതിയുണ്ടാകട്ടെ എന്നും ഭ്രാതാക്കളായ പാണ്ഡവന്മാർ എന്നിങ്ങനെയുള്ള സത്യം, അതായത് കർണന്റെ ജന്മവും പാണ്ഡവന്മാരുടെ സഹോദരനാകുന്നു കർണൻ എന്നുള്ള സത്യവും കൃഷ്ണൻ കർണനോട് പറയുകയും തുടർന്ന് പാണ്ഡവ പക്ഷത്തേക്ക് കർണൻ വരുവാൻ പറയുകയും ചെയ്യുന്നു.